ഇന്ത്യ സഖ്യത്തിന്റെ കണക്കുകൾ എവിടെയാണ് പിഴച്ചത്? പ്രതിപക്ഷ സ്ഥാനാർത്ഥി ജസ്റ്റിസ് ബി സുദർശൻ റെഡ്ഡിക്ക് ലഭിച്ചത് 300 വോട്ടുകളാണ്. ഇന്ത്യ സഖ്യത്തിന്റെ അംഗബലം 311. ഇപ്പോൾ ഇന്ത്യ സഖ്യത്തിന്റെ ഭാഗമല്ലാത്ത ആം ആദ്മി പാർട്ടിയുടെ 12 വോട്ടുകളും മജ്ലിസ് പാർട്ടി അംഗം അസദുദ്ദീൻ ഒവൈസിയുടെ 1 വോട്ടും ചേർത്ത് ആകെ 324 വോട്ട് റെഡ്ഡിക്ക് കിട്ടുമെന്നായിരുന്നു കണക്കുകൂട്ടൽ. ബിജു ജനതാദൾ, BRS, ശിരോമണി അകാലിദൾ എന്നീ പാർട്ടികൾ ബഹിഷ്കരണം പ്രഖ്യാപിച്ച ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ ഇലക്ട്രൽ കോളേജ് അംഗബലം 769 ചുരുങ്ങിയെങ്കിലും വോട്ട് ചെയ്തത് 768 എംപിമാർ. ഇതിൽ ഒരംഗം താപ്പാൽ വോട്ടാണ് രേഖപ്പെടുത്തിയത്. അത് റദ്ദാക്കുകയും ചെയ്തു. പ്രതിപക്ഷം ഐക്യത്തോടെ നിലകൊണ്ടെന്നും 315 എംപിമാരും വരിനിന്ന് വോട്ട് രേഖപ്പെടുത്തിയെന്നും 100% പോളിംഗ് എന്നും വോട്ടെടുപ്പ് സമയം പൂർത്തിയായതിനു തൊട്ടു പിന്നാലെ കോൺഗ്രസ് ജനറൽ സെക്രട്ടറി ജയറാം രമേശ് എക്സിൽ കുറിച്ചിരുന്നു. 324-ൽ 9 വോട്ടുകൾ ലഭിച്ചില്ലെന്ന സൂചന അതിലുണ്ട്. അസാധുവായ വോട്ടുകൾ ഏത് പക്ഷത്ത് നിന്നുമാകാം. അസാധുവായ 15 വോട്ടുകൾ ജയറാം രമേശ് പ്രതീക്ഷിച്ച കണക്കിൽപ്പെടുത്തിയാലും NDAക്ക് അധികമായി കിട്ടിയ 14 വോട്ടുകൾ ഏതൊക്കെയെന്ന ചോദ്യം ഇപ്പോഴും ബാക്കിയാണ്. ഇന്ത്യ സഖ്യത്തിന്റെ 311 പുറമെ 4 വോട്ടുകൾ കൂടി ചേർത്ത കണക്കാണ് ജയറാം രമേശ് അവതരിപ്പിച്ചത്. അത് ആം ആദ്മിയുടേതും ഒവൈസിയുടേതും ആകാമെന്നാണ് അനുമാനിക്കാം. അങ്ങനെയെങ്കിൽ ആം ആദ്മിയുടെ 3 വോട്ടുകൾ പ്രതിപക്ഷത്തിന് അനുകൂലമായി പോൾ ചെയ്യപ്പെട്ടിട്ടുണ്ടെന്ന് കണക്കാക്കണം. അവശേഷിച്ചത് ഇവരുടെ 9 വോട്ടുകളാണ്. ഇതിനു പുറമെ 5 വോട്ടുകൾ കൂടി ഇന്ത്യ സഖ്യത്തിനകത്തു നിന്ന് ചോർന്നെന്ന് വേണം കരുതാൻ.